ഇവിടുത്തെ CCTV ക്യാമറയാണ് കേട്ടോ ചിന്നു. അവളാണ് ദേ മേളിൽ കയറിയിരുന്ന് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു പട്ടിക്കുട്ടിയുണ്ട് കേട്ടോ. അവനെ കൊണ്ട് ഞങ്ങൾ തോറ്റിരിക്കുകയാണ്. അവൻ ഭയങ്കര കുരുത്തക്കേടാണ്. അവളെ കണ്ടു കഴിഞ്ഞാൽ അവളെ കൂടെ കിടന്നങ്ങ് കുത്തിമറിയലാണ് ജോലി. അവൾ ഒരിടത്ത് ഇരിക്കാൻ അവൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ രണ്ട് കലത്തിനകത്ത് എന്തുവാണ് വെച്ച് പുകയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. എനിക്കും അമ്മയ്ക്കും കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ സൂര്യനൊക്കെ ഉദിച്ചെങ്കിലും ഭയങ്കര തണുപ്പാണ്. വെള്ളത്തിനാണെങ്കിൽ അതിഭയങ്കരമായ തണുപ്പ്. മേളിൽ പാറക്കെട്ടിനകത്തുനിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഐസ് പോലെ ഇരിക്കുകയാണ് വെള്ളം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളല്ല, ഇവിടെ എല്ലാവരും വെള്ളം ചൂടാക്കിയാണ് കുളിക്കുന്നത്. വെള്ളം ചൂടാക്കാതെ കുളിക്കാനേ പറ്റത്തില്ല. ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നാലും എപ്പോഴും ചിലപ്പോൾ ഈ അടുപ്പിൻ്റെ ചുവട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അതുപോലെ തണുപ്പാണ്, എപ്പോഴും തണുപ്പാണ് കേട്ടോ. ഈ ഒരു കലവും അടുപ്പും ചുറ്റുപാടൊക്കെ കണ്ടപ്പം പഴയ കാലം ഓർമ്മ വന്നല്ലേ. അതെ, പഴയ കാലം പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ഞാനും ഞങ്ങളമ്മയും ഞങ്ങളെയൊക്കെ താമസിക്കുന്നത്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ്, ഞങ്ങൾക്ക് ഇവിടെ ബാത്റൂം ഇല്ല, ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ കുളിച്ചത്. അപ്പോൾ എൻ്റെ കുളിസിയും കാണാൻ വേണ്ടിയിട്ടാണ് മേളി ഒരാൾ വന്നിരുന്നിട്ട് അവിടെ കിടന്ന് പാവപ്പെട്ടവൻ അങ്ങ് ഉറങ്ങിപ്പോയി. കുളിസിയും കാണാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ പിന്നെ അപ്പുറം ഒന്നും വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നിന്നൊക്കെ കുളിക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നല്ലോ, വെളിയിൽ നിന്നൊക്കെ അല്ലേ നമ്മൾ കുളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന്. ഇപ്പോഴാണല്ലോ ബാത്റൂമൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഇതാണെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ, നല്ല വെളിച്ചെണ്ണയാണ്. ഉറഞ്ഞ് പാറക്കല്ല് പോലെ ഇരിക്കുകയാണ് കണ്ടോ, ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ കപ്പക്കിഴങ്ങ് പുഴുങ്ങി മുളകും സവാളയും കൂടെ ഇട്ട്, മുളക് പൊടി സവാളയും കൂടെ ഇട്ട് എണ്ണ ഒഴിച്ച് ചാലിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ കപ്പക്കിഴങ്ങ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വീട്ടിൽ നിന്ന് അന്നൊരു ദിവസം ഞാൻ മുന്തിരിങ്ങി കപ്പക്കിഴങ്ങൊക്കെ വാങ്ങിച്ചില്ലേ, അതിൻ്റെ 2 എണ്ണം ഫ്രിഡ്ജിനകത്തിരുന്നപ്പോൾ ഞാൻ വന്നപ്പം അത് കൊടുത്തുകൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇനി ഒരുപാട് വീഡിയോസ് നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതാണ് എൻ്റെ അച്ഛൻ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.